സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം പരിഷ്കരിക്കാനൊരുങ്ങുന്നു എക്സൈസ് വകുപ്പ്. മദ്യനയം പിന്തുടർന്നു പോരുന്ന യാഥാസ്ഥിതിക സമീപനം ഉപേക്ഷിക്കും. വൻകിട മദ്യനിർമ്മാണശാല വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് പരിഷ്കാര നടപടികൾ. പാർട്ടിയുടെ അനുമതി ലഭിച്ചാൽ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ മദ്യനയം അവതരിപ്പിച്ച് പാസാക്കും. 24 പ്രൈം ടൈം എക്സ്ക്ലൂസീവ്. ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, എന്താണ് മദ്യനയവുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം? സർക്കാരിന്റെ നീക്കവും ഇപ്പോൾ നടക്കുന്ന ആലോചനകളും എങ്ങനെയാണ്? ആർ ശ്രീജിത്ത്. റിജിത്ത്, 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള മദ്യനയം ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. പല കാരണങ്ങളാൽ മദ്യനയം പുറത്തിറക്കുന്നത് വൈകുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വൻകിട മദ്യനിർമ്മാണശാല വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മദ്യനയത്തിൽ ഒരു സമഗ്രമായ പരിഷ്കരണം നടത്താനുള്ള ഒരുക്കത്തിലാണ് എക്സൈസ് വകുപ്പ്. അതിന് കരട് തയ്യാറായി കഴിഞ്ഞു. CPIMന്റെ രാഷ്ട്രീയ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ അത് മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ച് പാസ്സാക്കാനാണ് തീരുമാനം. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് മദ്യനയത്തിൻ്റെ ഭാഗമായ യാഥാസ്ഥികമായ എല്ലാ വ്യവസ്ഥകളെയും പൊളിച്ചെഴുതുന്ന ഒരു ഉദാര സമീപനം എക്സൈസ് വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ 1-ാം തീയതി മദ്യവിൽപ്പന പാടില്ല, മദ്യം വിൽക്കുന്ന സമയക്രമത്തിലൊക്കെ തന്നെ നിയന്ത്രണങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളിലാണോ ഒരു പരിഷ്കരണം വരാൻ പോകുന്നത്, അതോ മറ്റുള്ള കാര്യങ്ങളിലാണോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും ഡിസ്റ്റിലറികൾ അടക്കം അനുവദിക്കുന്ന കാര്യത്തിലെ നിലവിൽ ഡിസ്റ്റിലറികൾ അനുവദിക്കാൻ 2022-23 മദ്യനയത്തിന് അനുമതിയുണ്ട്. ആ വ്യവസ്ഥകളടക്കം കുറച്ചുകൂടി ഉദാരമാക്കുന്ന സമീപനം ഉണ്ടാകും. എന്തായാലും പുതിയ ഡിസ്റ്റിലറികളടക്കം സർക്കാരിനെ ഈ സംസ്ഥാനത്ത് സംരംഭം തുടങ്ങാൻ സമീപിക്കുന്നുണ്ട്. ഒരു ഡിസ്റ്റിലറി നേരിട്ട് എക്സൈസ് വകുപ്പിനെ കണ്ടു. അത് നിയമാനുസൃതം അപേക്ഷ നൽകാൻ അവരോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതനുസരിച്ചുള്ള പരിഷ്കാരങ്ങളും മാറ്റങ്ങളും പുതിയ മദ്യനയത്തിൽ ഉണ്ടാകും. എന്തായാലും അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഈ നടപ്പ് സാമ്പത്തിക വർഷത്തെ മദ്യനയം കൊണ്ടുവന്ന് പാസ്സാക്കാനാണ് ഇപ്പോഴത്തെ ആലോചന. ഇതിൻ്റെ ഭാഗമായി നിലവിൽ മദ്യ ലഭ്യത കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പരമ്പരാഗതമായി കേരളത്തിൽ ഉണ്ടായിരുന്ന ചില യാഥാസ്ഥികമായ സമീപനങ്ങളെല്ലാം ഉണ്ട് ഈ മദ്യനയത്തിൽ. അതെല്ലാം മാറ്റിക്കൊണ്ട് ഒരു പരിഷ്കൃത സ്വഭാവത്തിലുള്ള ഒരു മദ്യനയം കൊണ്ടുവരുമെന്ന ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ എക്സൈസ് വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഈ മദ്യനയം സർക്കാർ വൈകിപ്പിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ ഒരു ഭാഗത്ത് കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ഈ വലിയ രീതിയിലുള്ള പരിഷ്കാരത്തിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ എതിർപ്പുകളും പ്രതിഷേധവും ഒക്കെ അതും സർക്കാർ മുന്നിൽ കാണുന്നുണ്ടാവുമല്ലോ ശ്രീജിത്ത്. മദ്യനയം ഇത്തവണ നീണ്ടുപോയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം പറ്റി നിലനിന്നിരുന്നു. ജൂൺ കഴിഞ്ഞ ശേഷമാണ് പെരുമാറ്റച്ചട്ടം അടക്കമെല്ലാം മാറിയത്. പിന്നീട് ഈ മറ്റു കാരണങ്ങൾ കൊണ്ട് തന്നെ, രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് തന്നെ അത് നീണ്ടുപോയി. പിന്നീട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും മറ്റും വന്നു. അങ്ങനെയാണ് ഈ മദ്യനയം അവതരിപ്പിക്കുന്നത് നീണ്ടുപോയത്. ഇതിനിടയ്ക്ക് മദ്യനയത്തിൽ മാറ്റം വരുത്തണമെന്ന തരത്തിൽ ഉള്ള ചില കാര്യങ്ങളിൽ രാഷ്ട്രീയമായ ചില സംശയങ്ങൾ CP അടക്കമുള്ള കക്ഷികൾ ചോദിച്ചിരുന്നു. അവരുമായിട്ടൊക്കെ ചർച്ച നടത്തുന്നതിന് വേണ്ടിയാണ് പിന്നെയും നീണ്ടുപോയത്. അങ്ങനെ രാഷ്ട്രീയമായൊരു ക്ലിയറൻസ് കൂടി നേടിയ ശേഷം മന്ത്രിസഭാ യോഗത്തിൽ വെക്കാനുള്ള ധാരണയാണ് ഉണ്ടായത്. എന്തായാലും CPI നേതൃത്വമായടക്കം സംസാരിച്ച് ഇക്കാര്യങ്ങളിൽ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിലും അന്തിമമായി CPIMന് ഒരു ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയാണ് ഇത് വൈകുന്നത്. എന്തായാലും ഫെബ്രുവരി 19-ന് നാളെ മന്ത്രിസഭായോഗമുണ്ട്. അതിനടുത്തുള്ള മന്ത്രിസഭായോഗം ഫെബ്രുവരി 19-നാണ്. CPM നേതാക്കളുടെ ഒരു ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ 19-ന് തന്നെ മന്ത്രിസഭായോഗത്തിൽ ഈ പുതിയ മദ്യനയം വരും എന്നാണ് നമുക്ക് എക്സൈസ് വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശരിയാർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. സർക്കാരിന്റെ മദ്യനയം പരിഷ്കരിക്കാനൊരുങ്ങുന്നു എക്സൈസ് വകുപ്പ്. നേരത്തെ പിന്തുടർന്നു പോന്നിരുന്ന യാഥാസ്ഥിതിക സമീപനം ഉപേക്ഷിച്ചുകൊണ്ട് ഉള്ള ഒരു തീരുമാനം സർക്കാർ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് അറിയുന്നത്. വൻകിട മദ്യനിർമ്മാണശാല വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പരിഷ്കാര നടപടികൾ. ആർ ശ്രീജിത്ത് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.